എന്നോട് പറഞ്ഞു, മോനെ ഈ കാറിൻ്റെ അവസ്ഥയാണ് നിനക്ക് വന്നിരുന്നതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ ശരിക്കും പറഞ്ഞു, ഞാൻ കുറേ നേരം ആലോചിച്ചിട്ട് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞു. അതിനുശേഷം അവൻ വണ്ടി വർക്ക്ഷോപ്പിൽ ചെന്ന് അന്വേഷിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തു. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാറിന് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയി അന്ന് തന്നെ വെഞ്ചിരിക്കുകയും തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി അമ്മയുടെ ഈ തൈലം പൂശി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ആ ഡാഷ്ബോർഡിൽ വെക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇരുന്ന ആക്സിഡൻ്റ് ആയപ്പോഴത്തേക്കും അവനിരുന്ന ആ ഡ്രൈവർ സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം വിശേഷം തകർന്നു പോവുകയും ഇവന് ഒരു പരിക്കോലോ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അമ്മമ്മ അത് അവന് കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. രണ്ടാമത് ഇവൻ പഠിച്ച ഒരു വെച്ചിട്ട് ഇവനൊരു ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഇവന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അവൻ പറയുന്നത്, ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്ക് ഇതൊന്നും അല്ല മാമി കിട്ടേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഈ 18-ാം തീയതി, ഈ കഴിഞ്ഞു പോയ 18-ാം തീയതി അവൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയും അവന് നല്ലൊരു പ്രൊജക്റ്റായിട്ട് അവനോട് ചെല്ലാൻ പറയുകയും ഈ 18-ാം തീയതി അവൻ മസ്കറ്റിലേക്ക് പോവുകയും ചെയ്തു. നല്ലൊരു പ്രൊജക്റ്റാണ് അവന് കിട്ടിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് എൻ്റെ രണ്ടാമത്തെ മകൻ ഒരു പൈസ പോലും ചിലവില്ലാതെയാണ് അവൻ മസ്കറ്റിലേക്ക് പോയത്. അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവരെടുത്തു കൊടുത്തു. ഒരു പൈസ പോലും നമുക്കത് ചിലവായിട്ടില്ല.